13 എന്ന നമ്പറിനെ ഭാഗ്യ നമ്പറായി പ്രണയിക്കുകയും എന്നും ആ അക്കം ജീവിതത്തിൽ അത്ഭുതങ്ങൾ സമ്മാനിച്ചെന്ന് ഉറക്കെ പറയുകയും ചെയ്താണ് മരിയോ സഗല്ലോ എന്ന ഇതിഹാസം ജീവിതത്തിൻ്റെ മൈതാനം വിടുന്നത്. ജനനവർഷമായ 1931 അവസാനത്തിലെ 2 അക്കങ്ങൾ ചേർന്നത് എന്ന പരിഗണനയിലായിരുന്നു സഗല്ലോ ഭാഗ്യ നമ്പറിനെ കൂടെ കൂട്ടിയത്. എന്നാൽ ലോക സോക്കറിൽ ടീം കുറിച്ച ഏതാണ്ട് എല്ലാ വിജയങ്ങളിലും ഈ കാൽപന്ത് മഹാരാജാവ് സാമ്പകൾക്കൊപ്പമുണ്ടായിരുന്നു. 1958 ആദ്യമായി ടീം കപ്പുയർത്തിയപ്പോൾ മുതൽ 2014 ബ്രസീൽ ആതിഥേയത്വം വഹിച്ചപ്പോൾ വരെ മാരിയോ സഗല്ലോയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. താരമായി തുടങ്ങി പിന്നീട് പരിശീലകനായും ഒടുവിൽ ടീം മാനേജ്മെന്റിന്റെ ഭാഗമായും വരെ നിറഞ്ഞു നിന്നു ആ സാന്നിധ്യം. 2018 2022 ടീം കപ്പ് ലക്ഷ്യമിട്ടിറങ്ങും മുമ്പ് കോച്ച് ടിറ്റെ ആദ്യം പോയി കണ്ടതും സഗല്ലോയെയാണ്. ഫുട്ബോളിന്റെ ലാറ്റിൻ അമേരിക്കൻ വശ്യത ബ്രസീൽ ആദ്യമായി ലോകത്തിനു മുന്നിലെത്തിച്ച 1958 സ്വീഡൻ ലോകകപ്പിലും പിറകെ 1962 ചിലി ലോകകപ്പിലും ടീം കിരീടത്തിൽ മുത്തമിടുമ്പോൾ സാമ്പ മുൻനിരയിലെ അനുപേക്ഷ്യ സാന്നിധ്യമായിട്ടാണ് ലോകമറിയുന്നത്. 1965 പ്രൊഫഷണൽ ഫുട്ബോൾ വിട്ട താരം റയോ ഡി ജനീറോ ക്ലബിൽ പരിശീലക വേഷത്തിലെത്തി കരിയർ തുടർന്നു. പെലെ, ജേഴ്സിഞ്ഞോ, ഗേഴ്സൺ, റിവലിഞ്ഞോ, ടെസ്റ്റോവോ തുടങ്ങിയ പ്രതിഭാധാരാളിത്തം അടയാളപ്പെടുത്തിയ ടീം 1970 മൂന്നാം തവണ വിശ്വകിരീടത്തിലേക്ക് പന്തടിച്ചു കയറുമ്പോൾ പരിശീലക കുപ്പായത്തിലുണ്ടായിരുന്നു സഗല്ലോ. ഫൈനലിൽ ഇറ്റലിയെ തകർത്തത് 4-1 പെലെയില്ലാതെ 1974 പരിശീലകനായെത്തിയെങ്കിലും ലോക പോരാട്ടത്തിൽ ടീം നാലാമന്മാരായി. ബ്രസീൽ കിരീടം മാറോട് ചേർത്ത 1994 സഗല്ലോ പരിശീലകൻ കാർലോസ് പെരേരയുടെ സഹായിയായിരുന്നു. 4 വർഷം കഴിഞ്ഞ് ഫൈനലിൽ വീണുപോയ ഫ്രാൻസിലെ ചാമ്പ്യൻഷിപ്പിൽ പരിശീലകനുമായി. 2006 പരിശീലക സഹായിയായെങ്കിലും അവസാന 8 വീണ് ടീം മടങ്ങി. ബ്രസീലിലെ ഏറ്റവും പ്രമുഖ ക്ലബ്ബുകളായ ഫ്ലാമിംഗോ, ഫ്ലുമിനസ്, ബൊട്ടോഫോഗോ, വാസ്കോഡഗാമ, സൗദിയിലെ അൽ ഹിലാൽ തുടങ്ങിയ ക്ലബ്ബുകളെയും താരം പരിശീലിപ്പിച്ചു. സഗല്ലോ സോക്കർ കരിയർ തുടങ്ങുന്നത് റയോസ് അമേരിക്കക്കൊപ്പം പന്ത് തട്ടിയാണ്. പിന്നീട് ഫ്ലാമിംഗോ, ബൊട്ടോഫോഗോ ക്ലബ്ബുകൾക്കൊപ്പവും പന്ത് തട്ടി. പെലെയുടെ സാന്റോസിനെതിരെ 1960 പിടിച്ചുനിന്ന ടീമുകളായിരുന്നു ഇവ. ലോക ഫുട്ബോളിന് നൽകിയ സംഭാവന കണക്കിലെടുത്ത് 1992 ഫിഫയുടെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് മെറിറ്റും താരത്തെ തേടിയെത്തി.